കുറത്തിക്കുടി വനവാസി ഉന്നതിയിലെ ജനങ്ങളെ വീണ്ടും വഞ്ചിച്ച് സർക്കാർ. കുറത്തിക്കുടിയിലേക്ക് അനുവദിച്ച KSRTCയുടെ പുതിയ സർവീസിന് ഒരു ദിവസത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത ദിവസം KSRTC കുറത്തിക്കുടിയിലേക്ക് സർവീസ് നടത്തിയില്ല. KSRTCയിൽ ട്രയൽ റൺ മാത്രമാണ് നടത്തിയതെന്നാണ് വിശദീകരണം. ബസ് സർവീസിന് തടസ്സം നിൽക്കുന്നത് വനം വകുപ്പാണെന്നാണ് ഉന്നതിയിലെ ജനങ്ങൾ ആരോപിക്കുന്നത്. പ്രതിഷേധങ്ങൾക്കും കാലങ്ങൾ നീണ്ട കാത്തിരിപ്പിനുമൊടുവിലാണ് കുറത്തിക്കുടി വനവാസി ഉന്നതിയിലേക്ക് കഴിഞ്ഞ ദിവസം KSRTC ബസ് എത്തിയത്. പതിറ്റാണ്ടുകൾ നീണ്ട യാത്രാ ദുരിതത്തിന് ഇതോടെ അറുതിയുണ്ടാകുമെന്നാണ് ഉന്നതി നിവാസികൾ കരുതിയിരുന്നത്. എന്നാൽ പ്രതീക്ഷകൾ തെറ്റിച്ച് ആ ബസ് സർവീസിന് ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം കുറത്തിക്കുടി ഉന്നതി വരെ നടത്തിയിരുന്ന ബസ് സർവീസ് പിന്നീടുള്ള ദിവസങ്ങളിൽ KSRTC മാങ്കുളത്ത് അവസാനിപ്പിച്ചു. ഉന്നതിവാസികൾ വീണ്ടും പ്രതിഷേധവുമായി എത്തിയതോടെ നടത്തിയത് ട്രയൽ റൺ മാത്രമെന്നാണ് KSRTCയുടെ വിശദീകരണം. സർവീസ് ഇല്ലാതാക്കാൻ KSRTC ശ്രമം നടത്തുന്നുവെന്നാണ് ഉന്നതി നിവാസികളുടെ ആരോപണം. ബസ്സില്ലാതെ ഞങ്ങൾ 3000-4000 രൂപ കൊടുക്കണം. ഞങ്ങൾക്ക് ജീപ്പിൽ വിളിച്ചു വരുന്നു. അങ്ങനെ ഒരു കൊച്ചു മരിച്ചുപോയി, എൻ്റെ മൂത്ത ചെറുക്കൻ്റെ മോള്. ഇന്നും ഗർഭപാത്രം പൊട്ടിപ്പോയിട്ട് കുഞ്ഞില്ലാതെ പോയിട്ട് ഇന്നും അവൾ പണിയെടുക്കാൻ പാടില്ല. അത്രയ്ക്കും ദുരിതങ്ങൾ അവളെ കയ്യാണ്. കൊച്ചിൻ്റെ ഇന്നും ഗർഭപാത്രത്തിൽ പൊട്ടിപ്പോയിട്ട് ഇപ്പോൾ മൊഴിയായിട്ട് തീർന്നിരിക്കുക. പോണെങ്കിൽ അടിമാലിൽ വരണം. ഞങ്ങളൊരു പേപ്പറിൻ്റെ കാര്യം അന്വേഷിച്ച് അടിമാലിൽ വരണം. ഞങ്ങൾക്ക് 3500 രൂപ ചിലവാകും. ഒരു വണ്ടി വിളിച്ച് വരണേ, ഒരു ജീപ്പ് വിളിച്ച് വരണേ, ഓട്ടോറിക്ഷ വിളിച്ച് വരണമെങ്കിൽ ഞങ്ങൾക്ക് 2000 ചിലവർ മേടിക്കുന്ന ആൾക്കാരുണ്ട്, ചിലവർ 2500 മേടിക്കുന്നുണ്ട്. ഞങ്ങൾ ആവശ്യത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് മേടിച്ച് കൊണ്ടുപോകാൻ ഒരു മിഠായി പോലും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ. ഞങ്ങൾക്കിപ്പോൾ ഒരു ബസ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് നിസ്സാര പൈസയിൽ അടിമാലി വന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി പോകാൻ ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ കുടിയിലുള്ള തീരുമാനം. മുൻപ് കുറത്തിക്കുടിയിലേക്ക് സഞ്ചാരയോഗ്യമായ റോഡ് ഉണ്ടായിരുന്നില്ല. നിലവിൽ മാങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പെരുമ്പൻകുത്ത് മുതൽ വനവാസി ഉന്നതിയുടെ തൊട്ടരികിൽ വരെ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ ബസ് സർവീസ് വേണമെന്ന ആവശ്യവുമായി ഉന്നതി നിവാസികൾ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. വനംവകുപ്പ് അനാവശ്യ ഇടപെടൽ നടത്തുന്നത് മൂലം ഉന്നതിയുടെ വികസനം തന്നെ അവതാളത്തിലായിരിക്കുന്നുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ജനം, ഇടുക്കി.